LDF സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പാക്കിയെന്ന് നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി. കിഫ്ബിയിലൂടെ 5 ലക്ഷം വീടുകൾ, 4 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം, 16 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം, കേരളം നിക്ഷേപ സൗഹൃദമായെന്നും മുഖ്യമന്ത്രി. 2016 വന്നത് മുതൽക്ക് 2017 മുതൽ തന്നെ നടപ്പിലാക്കിയൊരു കാര്യമുണ്ട്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുന്നിൽ നൽകിയ വാഗ്ദാനങ്ങൾ താങ്കളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന എത്ര കാര്യങ്ങൾ നടപ്പാക്കി അത് ജനങ്ങൾ അറിയേണ്ടതാണ്. പക്ഷെ അത്തരമൊരു രീതി പൊതുവിൽ സ്വീകരിക്കാറില്ല. കേരളത്തിലെ 2016 LDF സർക്കാരാണ് അതിന് തുടക്കം കുറിച്ചത്. ജനങ്ങളുടെ അവകാശമാണത് എത്രയാണ് നടപ്പാക്കുന്നത് അറിയാം. അങ്ങനെ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ജോസഫ്, ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രോഗ്രസ് കാർഡ് എന്ന് പറയുമ്പോൾ അത് നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതായിരിക്കുമെന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഇത് അതിനപ്പുറവും കടന്നിരിക്കുന്നു അല്ലേ? തീർച്ചയായും മായ, കഴിഞ്ഞ 2021 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ 97% പൂർത്തിയാക്കിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇത്തരത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ട് CPI സംസ്ഥാന കൌൺസിലറായിട്ടുള്ള CN ചന്ദ്രന് കൈമാറി നേട്ടങ്ങൾ എണ്ണിപ്പറയുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അടിസ്ഥാന സൌകര്യ വികസനം, ജനക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ അതിവേഗം മുന്നോട്ട് പോവുകയും ജനോപകാരപ്രദമായ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് രത്നചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞ് വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ 97% പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം 4,60,000-ലധികം പട്ടയങ്ങൾ കൊടുത്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള നിയമനിർമ്മാണങ്ങളും അതിനുവേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചു. അത് വലിയ രീതിയിൽ വിജയത്തിലെത്തിക്കാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ മുമ്പിൽ വാഗ്ദാനങ്ങൾ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന രീതിയല്ല, മറിച്ച് മറ്റൊരു രീതി, അതായത് ചെയ്ത പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് സർക്കാരും LDF മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ 60,000-ലധികം കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ലോകത്തൊരിടത്തുമില്ലാത്ത രീതിയിൽ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ LDF സർക്കാരാണ് ചെയ്തത്. ഇതുവഴി 60,000-ലധികം കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കാൻ സർക്കാരിന് സാധിച്ചെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏക കിടപ്പാട സംരക്ഷണ നിയമം. ആ ഏക കിടപ്പാട സംരക്ഷണ നിയമം പ്രാബല്യത്തിലായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുടിയിറക്കപ്പെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് കുടുംബങ്ങൾ പോകില്ല എന്നുള്ള ഒരു ഉറപ്പാണ് LDF സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ജപ്തി മൂലം പല കുടുംബങ്ങളും വഴിയാധാരമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് ഇനി മുതൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി സർക്കാർ ആവിഷ്കരിച്ച് അതിന്റെ ഗുണഭോക്താക്കളായി 16 ലക്ഷത്തോളം സ്ത്രീകളുണ്ട്. വരും വർഷങ്ങളിലും ഇതിൽ കൂടുതൽ ഇളവുകൾ നൽകി കൂടുതൽ ഗുണഭോക്താക്കളെ സൃഷ്ടിക്കുമെന്നും സർക്കാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടപ്പിലാക്കിയത് LDF സർക്കാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. 3 ലക്ഷത്തിലധികം നിയമനങ്ങളാണ് ഇത്തരത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, പ്രായപരിധി ഉയർത്തുന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള പരിഷ്കരണത്തിലേക്ക് PSCയെ ചെന്നെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയ രീതിയിൽ യുവാക്കൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കണക്ട് വർക്ക് വഴി 75,000 പേർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയിട്ടുണ്ട്. ദേശീയപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ
എന്നിവയും അതിവേഗത്തിൽ പണി പുരോഗമിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കാൻ സാധിക്കും. 90% പണികളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, ഈ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഇന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന വേളയിലും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതായത് പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചു കേരളം. വയനാട് ദുരന്തം, മുണ്ടക്കൈ വയനാട് ദുരന്തം, ഓഖി, അതുപോലെ തന്നെ കൊറോണ തുടങ്ങിയ പല ദുരന്തങ്ങളെയും കേരളം അഭിമുഖീകരിച്ചപ്പോഴും കാര്യമായ രീതിയിൽ കേരളത്തിനൊരു സഹായധനവും ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം കേന്ദ്രത്തെ വിമർശിക്കുകയുമുണ്ടായി. മാത്രമല്ല, ഈ പ്രവാസി ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി 150 കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക പോലീസ് സ്റ്റേഷൻ തന്നെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട് തുല്യനീതിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പുവരുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. 210 ശുപാർശകൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ 210 ശുപാർശകൾ ഇതിനോടകം തന്നെ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. വികസിത കേരളത്തിലേക്കാണ് നാട് നീങ്ങുന്നത്. തൊഴിലില്ലായ്മ അടക്കമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് വരും വർഷങ്ങളിൽ പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ശരി, ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.